ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിലെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അതെല്ലാവരും കയറി കാണുക കേട്ടോ. അതിന് ബാക്കിയാണ് LGS എക്സാമിന് PSC ബുള്ളറ്റിലെ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതാണ്? നംദഫയാണ്. ഏതാണ്? നംദഫ. നംദഫയും പഖൂയി എന്ന് പറയും. നംദഫയും പഖൂയിയും ഒക്കെ എവിടത്തെയാണ്? അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരെന്താണ്? സിയാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരെന്താണ്? സിയാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ ഏതാണ്? യാന്താവോ കരാറാണ് കേട്ടോ. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ ഏതാണ്? യാന്താവോ കരാർ. യാന്താവോ അല്ലെങ്കിൽ യാന്താവോ കരാർ ഏത് വർഷമായിരുന്നു? 1826 ഫെബ്രുവരി 24 കേട്ടോ. 1826 ഫെബ്രുവരി 24 എന്ത്? യാന്താവോ കരാർ. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാറാണ് യാന്താവോ കരാർ. അരുണാചൽ പ്രദേശിൻ്റെ പഴയ പേരെന്താണ്? നെഫ അല്ലേ? നെഫ എന്നാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ് എന്ത്? അരുണാചൽ പ്രദേശിൻ്റെ പഴയ പേര്. കണ്ടോ, അരുണാചൽ പ്രദേശിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് എന്ത്? നംദഫ. അതിൻ്റെ കൂടെ പഖൂയിയും ഓർത്ത് വച്ചേക്കണം. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? സിയാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ ഏതാണ്? യാന്താവോ കരാർ. 1826 ഫെബ്രുവരി 24 നിലവിൽ വന്ന യാന്താവോ കരാർ. അരുണാചൽ പ്രദേശിൻ്റെ പഴയ പേരെന്താണ്? നെഫ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നാണ്. അടുത്ത കണ്ടോ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പഴയ പേരെന്താണ്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നാണ് എന്ത്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര്. അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്? ഗംഗാ നദി അല്ലേ? അളകനന്ദയും ഭഗീരഥയും ഒക്കെ എവിടെയാണ് ചേരുന്നത്? ഗംഗാ നദിയിലാണ് ചേരുന്നത്. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? ഹവായ് ദ്വീപുകളാണ് കേട്ടോ. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹവായ് ദ്വീപുകളാണ്. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി ഏതാണ്? തുളസീദാസാണ്. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി തുളസീദാസാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM കേശവനാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് KM കേശവനാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലേ? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എന്താണ് അങ്ങനെ അറിയപ്പെടാൻ കാരണം? ഗാന്ധിജിയോട് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കാണാൻ പറഞ്ഞത് ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുകൊണ്ടാണ് എന്ത്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നാഗ്പൂരാണ് കേട്ടോ. നാഗ്പൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് ഇതിനു മുമ്പ് PSC ബുള്ളറ്റിന് വന്നിട്ടുണ്ട്. നാഗ്പൂർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു 10-50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നാഗ്പൂരിലെ ദീക്ഷഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത്. ഡയമണ്ട് ക്രോസിംഗ് കടന്നു പോകുന്ന സ്ഥലമാണ് എന്ത്? നാഗ്പൂർ. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനമെന്നും മഹാരാഷ്ട്രയുടെ ശീതകാല തലസ്ഥാനമെന്നും അറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂരാണ്. പിന്നെന്താണ്? ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നു. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നാഗ്പൂരാണ്. ഡയമണ്ട് ക്രോസിംഗ് കടന്നു പോകുന്നു. ഇന്ത്യയുടെ കടുവ തലസ്ഥാനം, ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? നാഗ്പൂരാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം, മഹാരാഷ്ട്രയുടെ ശീതകാല തലസ്ഥാനം അതൊക്കെ ഏതാണ്? നാഗ്പൂരാണ്. മഹാവിഭാഷം രചിച്ചത് ആരാണ്? വസുമിത്രനാണ്. മഹാവിഭാഷം രചിച്ചത് വസുമിത്രനാണ്. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കോഴിക്കോടാണ് അല്ലേ? കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അലി സഹോദരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് അലി സഹോദരന്മാരായിരുന്നു. മാരികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരികൾച്ചർ അത് കടൽ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാരികൾച്ചർ കടൽ മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാറാട് കലാപം ഉണ്ടായ ജില്ല ഏതാണ്? മാറാട് കലാപം ഉണ്ടായ ജില്ല
അത് കോഴിക്കോടാണ് കേട്ടോ. മാറാട് കലാപമുണ്ടായ ജില്ല കോഴിക്കോടാണ്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് കേട്ടോ. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. മഴവില്ലുകളുടെ നാടെന്നറിയപ്പെടുന്ന ഏതാണ്? ഹവായ് ദ്വീപുകളാണ്. പിന്നെ ഇത് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? KM കേശവനാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, അതൊക്കെ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയുടെ 2ാം തലസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയുടെ ശീതകാല തലസ്ഥാനം. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇതൊക്കെ ഏതാണ്? നാഗ്പൂരാണ്. ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന ഡയമണ്ട് ക്രോസിംഗ് കടന്നു പോകുന്ന നാഗ്പൂരാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മഹാത്മാഗാന്ധി കേരളത്തിൽ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം കോഴിക്കോടാണ് അല്ലേ. 1920 ഓഗസ്റ്റ് 18 എന്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു ആര്? ഗാന്ധിജി കോഴിക്കോട് വന്നിറങ്ങിയത്. അലി സഹോദരന്മാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തത് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അടുത്ത് നോക്കിയേ, മിന്നലിൻ്റെ വൈദ്യുത സ്വഭാവം കണ്ടെത്തിയത് ആരാണ്? മിന്നലിൻ്റെ വൈദ്യുത സ്വഭാവം കണ്ടെത്തിയത് അത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. മിന്നലിൻ്റെ വൈദ്യുത സ്വഭാവം കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. മിലിന്ദ പാൻഹോ രചിച്ചത് ആരാണ്? അത് നാഗാർജുനനാണ്. മിലിന്ദ പാൻഹോ രചിച്ചത് നാഗാർജുനനാണ്. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയത് ആരാണ്? എമിൽ ജെന്നിങ്സ് ആണ്. മികച്ച നടനുള്ള ഓസ്കാർ ആദ്യമായി നേടിയത് ആരാണ്? എമിൽ ജെന്നിങ്സ് ആണ്. മികച്ച ക്രിക്കറ്റർക്കുള്ള ICC അവാർഡ് നേടിയ ആദ്യ താരമാരാണ്? അത് രാഹുൽ ദ്രാവിഡാണ്. കണ്ടോ, ഇടയ്ക്ക് നല്ല റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് വെറും ഒരു LKG ലെവൽ GK ആയിട്ട് തോന്നും. പക്ഷേ ഇടയ്ക്ക് തന്നെ ഡിഗ്രി ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണും. മികച്ച ക്രിക്കറ്റർക്കുള്ള ICC അവാർഡ് നേടിയ ആദ്യ താരം ഏതാണ്? രാഹുൽ ദ്രാവിഡാണ്. മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ആദ്യമായി നേടിയത് ആരാണ്? എമിൽ ജെന്നിങ്സും. മികച്ച ക്രിക്കറ്റർക്കുള്ള ICC അവാർഡ് ആദ്യമായി നേടിയ താരം രാഹുൽ ദ്രാവിഡുമാണ്. മിസ് എർത്ത് മത്സരത്തിൽ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരി ആരായിരുന്നു? നിക്കോളോ ഫരിയാണ് കേട്ടോ. മിസ് എർത്ത് മത്സരത്തിൽ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? നിക്കോളോ ഫരിയ. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം ഏതാണ്? നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂർ തേക്കിന് മാത്രമല്ല മുളങ്കാടുകൾക്കും പ്രസിദ്ധമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? VAT, വാല്യൂ ആഡഡ് ടാക്സ്. ഏതാണ്? ഫ്രാൻസ് ആണ് കേട്ടോ. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അത് കണ്ടോ. അടുത്തത്, മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട. മൂഴിയാർ ഡാം പത്തനംതിട്ട. മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? കൊല്ലൂരിലാണ് കേട്ടോ. കൊല്ലൂരിലാണ് മൂകാംബിക ക്ഷേത്രം. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ് കേട്ടോ. അറ്റോർണി ജനറൽ ഏതാണ്? 76. അറ്റ്ലാന്റിക്കിനെയും മധ്യധരണ്യാഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ജിബ്രാൾട്ടർ ആണ് കേട്ടോ. അറ്റ്ലാന്റിക്കിലെയും മധ്യധരണ്യാഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ജിബ്രാൾട്ടർ ആണ്. ആധുനിക രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പിതാവ് ആരാണ്? മാക്കിയവെല്ലിയാണ് കേട്ടോ. ആധുനിക രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പിതാവ് മാക്കിയവെല്ലിയാണ്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യം ഏതാണ്? അത് സ്വേഡ് ഫിഷാണ്. പിക്ചർ കണ്ടോ. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന മത്സ്യം ഏതാണ്? സ്വേഡ് ഫിഷാണ്. അതെ, ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? അത് T. പ്രകാശമാണ്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി T. പ്രകാശമാണ്. കുറച്ചുകൂടെ നോക്കാമേ. ഇന്ത്യയിൽ മിഷൻ ഭാഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണല്ലേ. ഇന്ത്യയിൽ മിഷൻ ഭാഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? നമ്മുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ടയാണല്ലേ. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. എഡ്വിൻ ആർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയിലെ പ്രതിപാദ്യ ആരുടെ ജീവിതമാണ്? ആരുടെയാണ്? ശ്രീബുദ്ധൻ്റെ ആണ്. എഡ്വിൻ ആർണോൾഡിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ.
ശ്രീബുദ്ധനെ പറ്റി ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എഡ്വിൻ അർണോൾഡ്. ശ്രീബുദ്ധനെ പറ്റി ദി ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ വെളിച്ചം എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീബുദ്ധനാണ്. ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം ശ്രീബുദ്ധനെ കുറിച്ച് എഴുതിയത് ആരാണ്? എഡ്വിൻ അർണോൾഡാണ്. ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി BARC ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? കരുനാഗപ്പള്ളിയാണല്ലേ. ഏറ്റവും ജലസമ്പന്നമായ നദി ഏതാണ്? ആമസോൺ ആണ് കേട്ടോ. ഏറ്റവും കൊഴുപ്പുള്ള പാൽ ഏത് മൃഗത്തിൻ്റെയാണ്? കാട്ടുമുയലിൻ്റെ ആണ് കേട്ടോ. മുയലല്ല, കാട്ടുമുയലിൻ്റെ പാലാണ് എന്ത്? ഏറ്റവും കൊഴുപ്പുള്ള പാൽ. ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്? ഹമ്മിങ് ബേർഡാണ്. ഏറ്റവും ചെറിയ പൂവ് വുൾഫിയാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള സസ്തനം ഏതാണ്? ഏഷ്യൻ ആനയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലം ആരുടെയാണ്? വിർജീനിയ ഒപ്പോസമാണ്. അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം ഏഷ്യൻ ആനയ്ക്കും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗർഭകാലം വിർജീനിയ ഒപ്പോസമാണ്. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോയാണ്. കലിംഗ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘടന ഏതാണ്? യുനെസ്കോയാണ്. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? പെരിഗ്രീൻ ഫാൽക്കൺ ആണ്. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ്? പെരിഗ്രീൻ ഫാൽക്കൺ ആണ്. ഏകപക്ഷി ഭരണം അവസാനിപ്പിച്ച ആദ്യത്തെ പൂർവ്വ യൂറോപ്യൻ രാജ്യം ഏതാണ്? പോളണ്ടാണ്. ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ച ആദ്യത്തെ പൂർവ്വ യൂറോപ്യൻ രാജ്യമാണ് ഏത്? പോളണ്ട്. ഏത് രാജ്യമാണ് ഹോളണ്ട് എന്നറിയപ്പെട്ടിരുന്നത്? അത് നെതർലൻഡാണ് കേട്ടോ. ഏത് രാജ്യമാണ് ഹോളണ്ട് എന്നറിയപ്പെട്ടിരുന്നത്? നെതർലൻഡ്സ് ആണ്. ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത്? ഇംഗ്ലണ്ടിലെ ആണല്ലേ. ഇംഗ്ലണ്ടിലെ ജോൺ 5 രാജാവ് 1215 ജൂൺ 15 എവിടെ വെച്ചാണ്? റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ചാണ് എന്ത്? മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. ഏത് ജില്ലയിലാണ് കൽപ്പാത്തി സമരം നടന്നത്? പാലക്കാടാണല്ലേ. ഏത് ജില്ലയിലാണ് കൽപ്പാത്തി സമരം നടന്നത്? പാലക്കാടാണ്. വധിക്കപ്പെട്ട രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ജെയിംസ് എ ഗാർഫീൽഡ് ആണ്. ജെയിംസ് എ ഗാർഫീൽഡ് ആണ് എന്ത്? വധിക്കപ്പെട്ട രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തു ഏതാണ്? കങ്കാരു എലിയാണ് കേട്ടോ. ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തുവാണ് ഏത്? കങ്കാരു എലി. ഈ കങ്കാരു എലിനെ പറ്റി നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടൊരു ബോക്സിനകത്ത് കേട്ടോ. LGSകാർക്ക് ചിലപ്പോൾ അത് ചോദിക്കും കേട്ടോ. ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജന്തു കങ്കാരു എലി. ഒരില മാത്രമുള്ള സസ്യം ഏതാണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ. ചേനയാണ്. വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതാരാണ്? അംഷി നാരായണപിള്ളയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. 1 പവൻ 8 ഗ്രാം. ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റെതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റെതല്ലെങ്കിൽ അവൻ ഒരു അടിമയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹോം പേജ് എന്നാണ്. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് അറിയപ്പെടുന്നത് എന്താണ്? ഹോം പേജ്. ഒസ്ട്രാസിസം സൂചിപ്പിക്കുന്നത് എന്താണ്? ഊരുവിലക്കിനെയാണ് കേട്ടോ. ഒസ്ട്രാസിസം എന്നാൽ എന്താണ്? ഊരുവിലക്കെന്നാണ്. അതപ്പം കണ്ടോ, ഇടയ്ക്ക് വെറും ചെറിയ ക്വസ്റ്റ്യൻസ് വന്നു കണ്ടോ. എല്ലാവർക്കും അറിയാവുന്ന ഒന്ന്, ഒരില മാത്രമുള്ള സസ്യം ചേന, 1 പവൻ എത്ര ഗ്രാം എന്നൊക്കെ വന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തേക്കും. നമ്മളത് കണ്ടില്ല എന്ന് അടിച്ചങ്ങ് പോവുകയും ചെയ്യും. ഇതിനകത്തൊക്കെ എടുത്ത് ചോദിക്കുകയും ചെയ്യും. ഒരു വ്യക്തി പ്രകൃതിയ അവൻ്റെതല്ലെങ്കിൽ അവനൊരു അടിമയാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ഒരു വെബ്സൈറ്റിലെ ആദ്യ പേജ് ഹോം പേജാണ്. ഒസ്ട്രാസിസം എന്നാൽ എന്താണ്? ഊരുവിലക്കാണ്. വാഗാ ബോർഡർ ഏത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയും പാകിസ്ഥാനും അല്ലേ. പഞ്ചാബിലെ വാഗാ അതിർത്തി. ഓസോൺ വാതകത്തിൻ്റെ നിറം എന്താണ്? ഇളം നീലയാണ്. ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 3. വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എവിടെയാണ്? രാജസ്ഥാനിലല്ലേ. രാജസ്ഥാനിലായിരുന്നു. അരുണ റോയ് എന്ന വ്യക്തിയാണെന്ത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ നേതാവ്. ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ തമിഴ്നാടാണ് അല്ലേ. ഏത് വർഷമാണ്? 1997 എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. 1997 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതായിരുന്നു? അത് സ്വീഡനാണ്. ശബ്ദിക്കുന്ന കലപ്പ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പൊൻകുന്നം വർക്കിയാണ്. ശബ്ദിക്കുന്ന കലപ്പ എന്ന പുസ്തകം രചിച്ചത് പൊൻകുന്നം വർക്കിയാണ്. ശരാവതി പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കർണാടകയാണല്ലേ.
ശരാവതി പദ്ധതി കർണാടകയിലും. ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം വൈശാഖവും. ശകവർഷം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? കനിഷ്കൻ്റെ കാലത്താണ്. ശരാവതി പദ്ധതി കർണാടക, ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം വൈശാഖം. ശകവർഷം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ്? കനിഷ്കൻ്റെ കാലത്താണ്. നമ്മളിപ്പം ഈ PSC ബുള്ളറ്റിലെ ഒരു പേജ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. നമുക്കിനി വേറൊരു ക്ലാസ്സിൽ അടുത്ത പൊതുവിജ്ഞാന ദർപ്പണത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.